എല്ലാവർക്കും ദേവികാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ പൊതിച്ചോറ് കഴിച്ചിട്ടുള്ളത് കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ വീക്കെൻഡിൽ വീട്ടിൽ വരും. അപ്പം വീക്കെൻഡിൽ വീട്ടിൽ വന്നിട്ട് പോകുമ്പം അമ്മ പൊതിച്ചോറ് തന്നു വിടാറുണ്ട്. വാട്ടിയ വാഴയിലയിൽ നല്ല ചൂട് ചോറും കറികളും എല്ലാം കൂടെ ഒരുമിച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് അത് തുറക്കുമ്പോൾ ഉള്ള ആ ഒരു മണവും ആ കറികളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റും അതൊന്നും വേറൊരു ഫുഡിനും ഉണ്ടാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ് പൊതിച്ചോറിന്. അപ്പം പൊതിച്ചോറിൽ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കറികളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. ഒരു ബേസിക് പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊതിച്ചോറിലേക്കുള്ള മീൻ നമുക്കൊന്ന് മസാല പുരട്ടി വെക്കാം. ഞാനിവിടെ ഇപ്പം മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. നമുക്കിഷ്ടമുള്ള മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പം മത്തി എടുത്തെന്നുള്ളതേ ഉള്ളൂ. 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യമേ മസാല പുരട്ടി ഒന്ന് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് മസാല പിടിച്ചു വരും. അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവൻ മീനും മസാല പുരട്ടി വെക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി 4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കായപ്പൊടി ചേർത്തിട്ട് ഇതുവരെ മീൻ ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് മീൻ ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടും കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പച്ച കുരുമുളക് അരച്ചിട്ടുള്ള മത്തി ഫ്രൈയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ അതാ മീനെല്ലാം ഞാനൊന്ന് മസാല പുരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. 1/2 മണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. ആ സമയം കൊണ്ട് ബാക്കിയുള്ള കറികളും കൂടെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്കിവിടെ ചമ്മന്തി ഉണ്ടാക്കാം. ഞാനിപ്പോൾ മാങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ചെറിയ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരണമാണ് 1 പച്ചമുളക് മാത്രം എടുത്തത്. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രമായിട്ട് എടുക്കാം. ഇനിയിപ്പോ പച്ചമുളക് വേണ്ടെങ്കിൽ മുളക് പൊടി മാത്രം എടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ മാങ്ങയും ഈ ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മാങ്ങയും ഉള്ളി ഇഞ്ചിയും ഒന്നും ശരിക്കൊന്നും അരഞ്ഞു കിട്ടത്തില്ല. അപ്പൊ ആദ്യം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം. അപ്പം മാങ്ങ ഇഞ്ചിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതാ ചമ്മന്തി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറിലേക്കുള്ള ഒരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. ഞാനിവിടെ അച്ചിങ്ങ പയറാണ് മെഴുക്കുവരട്ടിക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഏത് മെഴുക്കുവരട്ടി വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസിലുള്ള സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇപ്പം അധികം ഇല്ലാത്തത് കാരണം ഞാൻ സവാള എടുത്തതാണ്. ചെറിയുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടിയിൽ ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ല. അപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളക് ഞാൻ 2ആയിട്ടൊന്ന് കീറി അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചതച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അത് കാരണമാണ് 1 പച്ചമുളക് മാത്രം ചേർത്തത്. അപ്പം നിങ്ങൾക്ക് ചതച്ചമുളക് ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം പച്ചമുളക് മാത്രമായിട്ട് ചേർക്കാം. പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അധികം എണ്ണ വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ പയർ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്ന അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴട്ടിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ചതച്ച മുളക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. ഇനിയിപ്പം മുളക് പൊടി ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ആ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് ആ പൊടികളൊന്ന് മൂത്ത് വരാനായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങ പയറും കൂടെ ചേർത്ത് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. എങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ മെഴുക്കുവരട്ടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വേവുന്ന സമയം കൂടെ നമുക്ക് മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. അതിനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടെ തിരിച്ചിട്ടതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനി അടുത്ത സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ മീനും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്കുവരട്ടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ മെഴുക്കുവരട്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഴുക്കുവരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട മുട്ട ഓംലെറ്റ് ഇനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ചേർക്കുന്നതായിരിക്കും മുട്ട ഓംലെറ്റിന് കൂടുതൽ ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരിത്തിരി വെള്ളമോ അല്ലെങ്കിൽ പാലോ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പം 2 ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം 2 പൊതിച്ചോറാണ് കെട്ടുന്നത്. അത് കാരണം 2 ഓംലെറ്റും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊതി കെട്ടാം. അതിനായിട്ട് ഒരു വാഴയില നന്നായിട്ട് വാട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് എപ്പോഴും ഒന്നും നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയില കിട്ടില്ല, എങ്കിലും കിട്ടുന്നത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ മട്ടേരി ചോറാണ്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അച്ചിങ്ങ പയർ മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വറുത്തത് വെച്ച് കൊടുക്കാം. ചെറിയ മീനായതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചമ്മന്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ചമ്മന്തി നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് വെറൈറ്റി ചമ്മന്തി വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ഓംലെറ്റ് വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് മാങ്ങ അച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നിട്ടിട്ടുള്ളതാണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഇത്രയാണ് ഞാനിവിടെ പൊതിച്ചോറിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള കറികൾ ഏത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിനെയും പൊതി കെട്ടാണ്. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 പൊതി ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതിനും കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. നമ്മൾ ചൂട് ചോറ് ഇതുപോലെ വാഴയിലയിൽ പൊതിഞ്ഞ് വെക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മണവും ടേസ്റ്റും അതൊന്നും വേറെ ഒരു ഫുഡിനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ബേസിക് പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഇതിലെ കറികളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ ഇങ്ങനെ എല്ലാ കറികളും കൂടെ ഒരുമിച്ച് പൊതിഞ്ഞ് വെച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പം ഉള്ള ആ ഒരു ടേസ്റ്റ് അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞങ്ങളെപ്പോലെ പ്രവാസികൾക്ക് എപ്പോഴും ഒന്നും നല്ല ഫ്രഷ് വാഴയിലയൊന്നും കിട്ടാറില്ല. പക്ഷെ നമ്മൾ കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വാഴയില കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയിലയ്ക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ പൊതിച്ചോറിന്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്